ഗുഡ് മോർണിംഗ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ദിവസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ, ദൈവത്തിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് വെറുതെയല്ല. ഞാൻ എല്ലാ ദിവസവും ഈ വചനങ്ങൾ എത്തപ്പെടുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ടും വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് സത്യമാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രിയ സ്നേഹിതരെ, ഈ ദിവസം നമ്മൾ ആരംഭിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, ഈശോയോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ നമ്മൾ പഠിച്ച വചനം മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷമായിരുന്നു. നാളെ 29 ഓഗസ്റ്റ് മാസം 29. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച വചനങ്ങളെല്ലാം ഒരിക്കൽ കൂടി ആവർത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നാളെ ഇന്ന് പഠിക്കുന്ന വചനം, ഇന്നലെ പഠിച്ചത് മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ്. ഇതാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം 9-10 വാക്യങ്ങളാണ്. ഈ വചനം ദൈവം പറയുകയാണ്, ഞാൻ തന്നെ ദൈവം. ദ ബുക്ക് ഓഫ് ദ പ്രോഫറ്റ് ഐസായ ചാപ്റ്റർ 46 verse 9 and 10. ദൈവം പറയുന്നു, ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ മറ്റാരുമില്ല. There is none like me. I am God and there is none like me. എന്നെ പോലെ മറ്റാരുമില്ല, ഞാൻ തന്നെ ദൈവം. എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കും. ദൈവം പറയുന്ന വാക്കുകൾ ഒരിക്കലും മാറ്റപ്പെടുകയില്ല. ദൈവത്തിൻ്റെ വചനങ്ങൾ മാറ്റപ്പെടുകയില്ല എന്നുള്ളത് തീർച്ചയാണ്. വചനം അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എൻ്റെ ഉപദേശം നിലനിൽക്കും, എൻ്റെ ഉദ്ദേശം ഞാൻ നിറവേറ്റുകയും ചെയ്യും. കർത്താവ് വചനത്തിലൂടെ നമ്മോട് പറയുകയാണ്, I am God and there is none like me. My counsel shall stand and I will accomplish all my purpose. I am God and there is none like me. My counsel shall stand and I will accomplish all my purpose. എൻ്റെ ഉപദേശം നിലനിൽക്കും, എൻ്റെ ഉദ്ദേശം നിറവേറ്റുകയും ചെയ്യും. ഇത് ദൈവം തരുന്ന ഒരു വാഗ്ദാനമാണ്. ദൈവം പറഞ്ഞ വാക്കുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിറവേറ്റപ്പെടും. ഇത് വിശ്വസിച്ചാൽ മാത്രം മതി പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ വചനം നാം വിശ്വസിച്ചേറ്റെടുത്താൽ അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാംസം ധരിക്കും. അത് പ്രാവർത്തികമാണ്. ഒരു കാര്യം മാത്രം ഞാനും നിങ്ങളൊക്കെ ചെയ്താൽ മതി. ദൈവത്തിലൊന്ന് ആശ്രയിക്കുക. മറ്റാരിലും ആശ്രയിക്കണം. ദൈവത്തിലൊന്ന് ആശ്രയിച്ച് നമ്മുടെ ജീവിതം ഈശോ ഏറ്റെടുക്കും. ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ദൈവത്തിൻ്റെ ഉപദേശം എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കും. ആ ദൈവമാണ് എൻ്റെ ദൈവം, ജീവിക്കുന്ന കർത്താവാണ് എൻ്റെ ദൈവം എന്ന് വിശ്വസിച്ച് ഈ ദിവസം നമുക്ക് ഈ ഓരോ ചുവട് വയ്ക്കുമ്പോഴും, ഇന്നത്തെ ദിവസം ഓരോ ചുവട് വയ്ക്കുമ്പോഴും എൻ്റെ ദൈവം, ജീവിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു ചുവട് വെക്കാനായിട്ട് ആഗ്രഹിച്ച് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.